നല്ലളം വാതക ശ്മശാനത്തിൽ നടന്ന വൻ മോഷണത്തിൽ പ്രതികളെ കണ്ടെത്താൻ വൈകുന്നതിൽ പോലീസിനെതിരെ വ്യാപക പരാതി ഉയരുകയാണ്. ശ്മശാനത്തിന്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായ പ്രധാന പൈപ്പുകൾ മുതൽ പരികർമ്മികൾ ഉപയോഗിക്കുന്ന ജല പൈപ്പുകൾ വരെയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസിനെ പ്രതികളെ കണ്ടെത്താൻ കാലതാമസം എടുക്കുന്നത്? അശ്വതി, നല്ലളം ഇവിടെ ഈ ഒരു വാതക ശ്മശാനത്തിൽ നിലവിൽ മോഷണം നടന്നിട്ട് 2 മാസം മുമ്പാണ് മോഷണം നടന്നത്. ഈ മോഷണത്തിന് തുടർന്നുണ്ടായ ഈ അന്വേഷണ നടപടികളൊന്നും തന്നെ പോലീസ് യാതൊരു ഘട്ടത്തിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പോലും ഒരു പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് തുടക്കത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണം ഉണ്ടായതൊഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രാഥമികമായ അന്വേഷണത്തിനപ്പുറത്തേക്ക് മറ്റൊരു തുടരന്വേഷണത്തിലേക്ക് പോലീസ് ഒന്നും തന്നെ കടന്നിട്ടില്ല. പ്രധാനമായി വാതക ശ്മശാനത്തിലെ പൈപ്പുകളും ഒപ്പം തന്നെ മറ്റുപകരണങ്ങളും എല്ലാം തന്നെ ഇവിടുന്ന് മോഷണം പോയിരുന്നു. പരികർമ്മികൾ ഉപയോഗിച്ചിരുന്ന പൈപ്പുകളെല്ലാം തന്നെയാണ് വ്യാപകമായ രീതിയിൽ മോഷണം പോയത്. എന്നാൽ ഇതിന് പിന്നീട് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ല. ഈ പ്രധാനമായും ഇപ്പോൾ ഈ ശ്മശാനം അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വാർത്തയുടെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് ഇത്തരത്തിൽ ഒരു ശ്മശാനം അകത്തേക്ക് കടക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇത് അടച്ചിരിക്കുകയാണ് നിലവിലിപ്പോൾ. പ്രധാനമായി ഇത് കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഒരു ശ്മശാനമാണ് ഈ നല്ലളം ഭാഗത്ത് പ്രവർത്തിക്കുന്നത്. പ്രധാനമായി ഇതിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇതിൽ CCTV ഇവിടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അന്നത്തെ മോഷണ ദൃശ്യങ്ങളടക്കം ഇതിൻ്റെ ഡേറ്റ റെക്കോർഡിലടക്കം പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയോ അതിലൊരു വ്യക്തത വരുത്തുകയോ ചെയ്തിട്ടില്ല. പ്രധാനമായി ഈ പ്രദേശത്തെ പരിസരവാസികളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായി പോലീസിനോട് ഇതിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊന്നും തന്നെ ഇവരൊന്നും പറയുന്നില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ നല്ലളം ഏരിയയിലെ BJP പ്രസിഡന്റ് കൂടിയായ പുഷ്പരാജ് ഉണ്ട്. എന്താണ്, നിങ്ങൾ ഒരു പ്രദേശവാസികളാണ്, നിങ്ങൾക്കറിയാം കാര്യങ്ങൾ എന്താണെന്ന്. 2 മാസം മുമ്പ് ഒരു മോഷണം, അതിൻ്റെ തുടരന്വേഷണം, അതൊന്നും നിലച്ച മട്ടിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരം എന്താണ്? ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഈ പോലീസ് ഇവിടെ വന്ന് അന്വേഷണമൊക്കെ നടത്തി ഇവിടെ നിന്നുള്ള CCTVകളായിട്ടുള്ള എല്ലാം അവരെടുത്തുകൊണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്, പക്ഷേ അവർ അതിന് ശേഷമുള്ള നടപടികളൊന്നും ഇവിടെ ഉണ്ടായിട്ട് കാണുന്നില്ല. 2 മാസമായി. അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് എന്താ വെച്ചാൽ, ഈ മോഷ്ടാക്കളെ എന്തോ അവരുടെ താല്പര്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനം പോലെ ഇവിടെ മാറിക്കഴിഞ്ഞിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള ശ്മശാനം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള ശ്മശാനമാണിത്. ഈ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ഈ വാതക ശ്മശാനം നിർമ്മിച്ചിട്ടുള്ളത്. അത് നിർമ്മിച്ച് അധികമൊന്നും സമയമായിട്ടില്ല, 2 വർഷത്തോളം ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുമാത്രമല്ല, ഈ ശ്മശാനത്തിൽ ഒരു സുരക്ഷിതത്വം ഇല്ല. സാമൂഹ്യ വിരുദ്ധരെ ഇതിൻ്റെ ഉള്ളിൽ വിളയാട്ടമാണ് അധിക രാത്രികളിലും. അത് ഇവിടുന്ന് പല പ്രദേശവാസികളും ഇത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ എന്തെങ്കിലും പ്രതിഷേധ പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? പ്രദേശവാസി എന്ന നിലയിൽ BJPയുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? ഇത് തീർച്ചയായിട്ടും. അപ്പോൾ അത് BJP ഇതിനൊരു പ്രതിഷേധ സമരം നടത്തുന്നതിന് വേണ്ടി കോർപ്പറേഷന്റെ ഈ ശ്മശാനത്തിനോടുള്ള അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധിച്ചും കൊണ്ടുള്ള സമര പരിപാടികൾ മുന്നോട്ട് പോകുന്നു. ബിജു ഉണ്ട്, പ്രദേശവാസിയായ ബിജു കൂടി ചേരുന്നു. ബൈജു, എന്താണ് പ്രധാനമായി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അടക്കം ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ ഒരു വീഴ്ച? പോലീസിന്റെ അനാവസ്ഥ, അന്വേഷണത്തിൽ പോലീസിന്റെ അനാവസ്ഥയും കമ്മിറ്റി പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നില്ല. നിലവിലുള്ള കമ്മിറ്റി അല്ലെങ്കിൽ ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പ്രവർത്തനമൊക്കെ നല്ല കമ്മിറ്റി ആയിരുന്നു. നിലവിൽ നമ്മൾ കാഴ്ചപ്പാടിൽ നല്ലൊരു കമ്മിറ്റി, നമ്മുടെ പ്രദേശവാസികളാണ് ഈ കമ്മിറ്റിയിലുള്ളത്. പക്ഷേ ഈ പ്രശ്നത്തിൽ എന്താണ് അനാവസ്ഥ എന്ന് മനസ്സിലാവില്ല. പിന്നെ ഇതിന്റെ ചുറ്റുപാടും ബാക്കിലുള്ള ഭാഗത്തുകൂടിയൊക്കെ ആളുകൾ ചാടിക്കടന്ന് പല എന്തായാലും ശക്തമായ പ്രതിഷേധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും അശ്വതി, പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അനാസ്ഥ തന്നെയാണ്. കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ ഒരു ശ്മശാനത്തിലേക്ക് ഈ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭരണസമിതിയുടെ അടക്കം കെടുകാര്യസ്ഥതയാണ് ഇവർ തുറന്നു കാണിക്കുന്നത്. എന്തായാലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രദേശവാസികളുടെയും BJPയുടെയും തീരുമാനം. ശരി ശ്യാം, കാര്യങ്ങൾ വ്യക്തമാണ്. നല്ലളം വാതക ശ്മശാനത്തിൽ നടന്ന വൻ മോഷണത്തിൽ പ്രതികളെ കണ്ടെത്താൻ വൈകുന്നതിലാണ് പോലീസിനെതിരെ വ്യാപക പരാതി ഉയരുന്നത്.